നാളിതുവരെ ദുബായ് നൽകിയിട്ടില്ലാത്തൊരു ആനുകൂല്യം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റും ദുബായിലെ എക്കണോമി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെ ദുബായിൽ താമസിച്ചിട്ട് സ്വന്തമായിട്ടൊരു ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റാത്തവർക്ക്, ഒരു വീട് സ്വന്തമാക്കാൻ പറ്റാത്തവർക്ക് ഓൺ യുവർ ഫസ്റ്റ് ഹോം, ആദ്യത്തെ വീട് നിങ്ങൾ സ്വന്തമാക്കൂ എന്ന അർത്ഥത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇതാ വരികയാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ആദ്യമായി ഒരു വീട് സ്വന്തമാക്കുക നമ്മൾ ജോലി ചെയ്യുന്ന ഭൂമികയിൽ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അതിനുവേണ്ടി നമുക്കിപ്പോൾ കാശുണ്ടെങ്കിൽ പോയി വാങ്ങാം. പക്ഷേ വളരെ ലളിതമായ വ്യവസ്ഥകളിൽ, അതിന് ഗവൺമെൻറ് പറയുന്ന വാക്ക് പ്രിഫറൻഷ്യൽ ടേംസ് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ടേംസൊക്കെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ, ഇങ്ങനെയുള്ള കാശ് കൊടുക്കാനേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ 18 വർഷത്തേക്ക് നമുക്ക് ഡെവലപ്പറും ബാങ്കുകളും ചേർന്ന ഒരു കൺസോർഷ്യം നമ്മുടെ സാലറിയും വരുമാനവും ഒക്കെ നോക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി തന്ന് വീട് സ്വന്തമാക്കാൻ പറ്റി. അതും ആദ്യത്തെ വീടാണ്. നേരത്തെ വീട് സ്വന്തമാക്കിയവർ ആയിരിക്കരുത്, അത് ശ്രദ്ധിച്ചോളണം. നേരത്തെ വീട് സ്വന്തമാക്കിയവർക്കല്ല, ആദ്യത്തെ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യ ലളിത വ്യവസ്ഥയിൽ വീട് നൽകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 വ്യവസ്ഥകൾ. 18 വയസ്സ് കഴിഞ്ഞ ആളായിരിക്കണം, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ ശമ്പളക്കാരാണെങ്കിൽ. 2, 5 മില്യൺ ദിർഹത്തിന് താഴെയുള്ള പ്രോപ്പർട്ടി ആഗ്രഹിക്കാവൂ. മതി, ആദ്യമായിട്ട് വീട് വാങ്ങാൻ പോകുന്ന ആളിന് അത് മതി എന്ന് കരുതുക. പിന്നെ 18 വർഷം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി എന്ന രൂപത്തിലാണ്. പ്രധാനപ്പെട്ട 13 ഡെവലപ്പേഴ്സുണ്ട്. നമ്മൾ നമ്പർ 1 എന്നൊക്കെ പറയുന്ന ഇമാർ, നഖീൽ, ഡമാക്, ദുബായ് പ്രോപ്പർട്ടീസ്, വാസൽ, അസീസി, ഇവരൊക്കെ ഈ കൺസോർഷ്യത്തിലുണ്ട്. അതുപോലെ 5 പ്രധാനപ്പെട്ട ബാങ്കുകളുണ്ട്. CBD ഉണ്ട്, എമിറേറ്റ്സ് NBD ഉണ്ട്, മർഷക് ബാങ്ക് ഉണ്ട്, എമിറേറ്റ്സ് ഇസ്ലാമിക് ഉണ്ട്, ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഉണ്ട്. ഇവരൊക്കെയാണ് വായ്പ നൽകുന്നതും ഏറ്റവും ആകർഷണീയമായ വ്യവസ്ഥയിൽ. ഇതൊരു പ്രൈവറ്റ് ട്രാൻസാക്ഷൻ രൂപത്തിലല്ല, ദുബായ് ഗവൺമെൻറ് നേരിട്ട് പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതാണൊരു കാര്യം പറയാനുള്ളത്. ദുബായിൽ കഴിയുന്ന പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നാട്ടിൽ നിന്നൊരാൾക്ക് ഈ സ്കീമിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. അതൊക്കെ 2ാം ഘട്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കി ഇവിടെ കഴിയുന്ന, UAE കഴിയുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ഒരു ആനുകൂല്യ വ്യവസ്ഥയാക്കി മാറ്റി, അതിൻ്റെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഏതൊക്കെ പ്രോപ്പർട്ടി എവിടെയൊക്കെ ഉണ്ട്, എത്രയൊക്കെയാണ് വില, ആദ്യം എന്ത് കൊടുക്കണം, എപ്പോൾ നമുക്ക് കിട്ടും, ആരാണ് ഡെവലപ്പർ, ഏതാണ് ബാങ്ക്, എത്ര ശതമാനമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക, ഇതെല്ലാം പഠിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ പോക്കറ്റിന് പറ്റുന്ന വിധത്തിലുള്ള സ്കീം തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ആനുകൂല്യമാണ്. ഡെവലപ്പർമാരും ബാങ്കുകാരും തമ്മിൽ ചേർന്നുള്ള ഒരു കൺസോർഷ്യം ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഓൺ യുവർ ഫസ്റ്റ് ഹോം എന്ന ഈ സ്പെഷ്യൽ പ്രോജക്റ്റിൽ. താല്പര്യമുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുമായിട്ട്, ദുബായ് ലാൻഡിൻ്റെയൊക്കെ വെബ്സൈറ്റുകളുമായിട്ട് ഇതുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് നടപടികൾ സ്വീകരിക്കാം.